നമസ്കാരം. ഭരണഭാഷ മലയാളമാകുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളം വളരുന്നു, പശ്ചിമഘട്ടത്തെ കടന്നും കയറിയും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ. അതെ, സമസ്ത മേഖലകളിലും വികസനത്തിന്റെ നൂതന ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് പുറമെ നിരവധിയായ വികസ്വര രാഷ്ട്രങ്ങൾക്ക് വരെ നാം ഇന്ന് മാതൃകാ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. എന്നാൽ കേവലം വികസന പട്ടികയെ വർണ്ണിക്കുന്നതിനപ്പുറം ആകുലതകളുടെയും വെല്ലുവിളികളുടെയും പുകമറ നമ്മെ വിട്ടുമാറിയിട്ടില്ലെന്ന യാഥാർത്ഥ്യം ഈ അവസരത്തിൽ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വർത്തമാന കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന സുപ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മാതൃഭാഷയുടെ മൂല്യച്യുതി. കേവലം ഒരു ഭരണഭാഷ എന്ന നിലയിൽ മാതൃഭാഷയെ ഉയർത്തിപ്പിടിക്കുമ്പോഴും ഉയർത്തിപ്പിടിച്ചത് മാതൃഭാഷയുടെ മഹനീയ സംസ്കാരം വരും തലമുറകളിലേക്ക് സ്വാധീനം ചെലുത്തുന്നതിനും അതിന്റെ മൂല്യവത്തായ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനുമായാണ്. എന്നാൽ വർത്തമാന കേരളത്തെ നാം വിലയിരുത്തുമ്പോൾ ഭരണഭാഷ എന്ന നിലയിൽ നിലനിൽക്കുമ്പോൾ നിരവധി ഗുണങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഭരണഭാഷയായി നിലനിൽക്കുമ്പോഴും മലയാളത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തന്യു പെറ്റമ്മ തൻ ഭാഷ താൻ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ തന്റെ മാതൃഭാഷ ചെലുത്തുന്ന സ്വാധീനം അനിർവചനീയമാണെന്നുള്ള ഉദാഹരണത്തെയാണ് വരികളിലൂടെ വള്ളത്തോൾ വരച്ചിടുന്നത്. എന്തൊക്കെ വൈകല്യങ്ങളുണ്ടെങ്കിലും മാതൃഭാഷയോട് അമ്മയുടെ മാറിലേക്ക് എന്ന പോലെ ഞാൻ പറ്റിച്ചേർന്നു നിൽക്കും. കാരണം എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ട പാല് തരാൻ അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഗാന്ധിയൻ വചനങ്ങൾക്ക് സമാനമായി മാതൃഭാഷ മുലപ്പാല് പോലെയാണ്. മുലപ്പാൽ എപ്രകാരമാണോ നവജാത ശിശുവിന്റെ പോഷകഘടകങ്ങളെ വിഭാവനം ചെയ്യുന്നത്, സമാനമായാണ് ഒരു വ്യക്തിയുടെ വൈകാരിക പൂർണ്ണതയ്ക്കും ചിന്തയെ ഉറപ്പിക്കുന്ന ഒരു മാതൃഭാഷ അടിസ്ഥാന ശിലമാകും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും വൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ തൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഒരു വ്യക്തി തന്റെ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയെ അടുത്തറിയുന്നതും മറ്റ് വൈദേശിക ഭാഷകളെ സ്വായത്തമാക്കുന്നതും മാതൃഭാഷ എന്ന ആശയവിനിമയോപാധിയുടെ സഹായത്താലാണ്. മാതൃഭാഷ തനത് സംസ്കാരത്തിന്റെ അടയാളമാണ്. അതിനാൽ തന്നെ കേരളീയ സംസ്കാരത്തിന്റെ മലയാളിയുടെ അടയാളമാണ് നമ്മുടെ മാതൃഭാഷയായ മധുരമൂറുന്ന മലയാളം. എത്ര സുന്ദരം എന്റെ മലയാളം, ഉത്തുമവിഴങ്ങൾക്കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ എന്ന കവിവചനങ്ങൾക്ക് സമാനമായി മഹത്തായ സാംസ്കാരിക പൈതൃകത്താലും ബൃഹത്തായ സാഹിത്യ ശാഖയാലും സമ്പന്നമായ നമ്മുടെ മലയാളം 2013 ശ്രേഷ്ഠ ഭാഷാ പദവി അലങ്കരിച്ചുകൊണ്ട് ലോകോത്തരത്തിൽ തന്റെ മഹനീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മറ്റൊരിടമായ തനതു മണ്ണായ കേരളത്തിൽ മലയാളം അവഗണിക്കപ്പെടുന്നു എന്നത് ദുഃഖകരമായ വസ്തുതയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കടന്നുകയറ്റം ഇന്ന് മാതൃഭാഷയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ജനിക്കും മുമ്പ് മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേറം ഇംഗ്ലണ്ടിനാക്കിനാൽ എന്ന കവിവചനങ്ങൾക്ക് സമാനമായി മമ്മി ഡാഡി എന്ന് ഉച്ചരിക്കാൻ പഠിപ്പിക്കുന്നവരും കൂടുപോലെ വളർന്നു പോകുന്ന ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ വെമ്പുന്നവരും ഉച്ചാരണ ശുദ്ധി ഇല്ലായ്മയും മലയാളം നേരിട്ടുകൊണ്ടിരിക്കുന്ന സുപ്രധാന വെല്ലുവിളികളാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധികളുടെ വക്കിലാണ് അമ്മ മലയാളം. ജോലി നേടുന്നതിനും പണം സമ്പാദിക്കുന്നതിനും ഉള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന മിഥ്യാധാരണ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ പഠനങ്ങൾക്കും മറ്റ് ആംഗലേയ ഭാഷകളുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ മലയാളം എന്തിനു പഠിക്കണം എന്ന് ചിന്തിക്കുന്നവരായി ഞാനടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. വിജയദശമി ദിനത്തിൽ സെർച്ച് എഞ്ചിനുകളിൽ ലഭിക്കുന്ന അക്ഷരമാലയെ അരിയിലേക്ക് കോരാനായി വെമ്പുന്ന വിദ്യാർത്ഥിയുടെ ദാരിദ്ര്യം തന്നെയാണ് മലയാളം മറക്കുന്ന മലയാളിയുടെ ഉത്തമ ഉദാഹരണം. ഇത്തരം വെല്ലുവിളികൾ ഇനിയും മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ ആത്മാവിന്റെ അനുഭവത്തിന്റെ ഭാഷയായ മലയാളവും ചരമമടയുമെന്നത് സുനിശ്ചിതമാണ്. അതിലെ ഈ അവസ്ഥയെ മാറ്റി നിർത്തേണ്ടത് സാമൂഹ്യ സാംസ്കാരിക ഉന്നമനത്തിന് അത്യന്താപേക്ഷിതമാണ്. നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ എന്ന ആശങ്കകൾ നാളെയുടെ യാഥാർത്ഥ്യമായി 6 മലയാളിക്ക് 100 മലയാളം, മലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളം ഇല്ല എന്നത് ഇന്നിന്റെ യാഥാർത്ഥ്യവുമായി നിലനിൽക്കുമ്പോൾ മാതൃഭാഷയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ആംഗലേയ ഭാഷകളിൽ അഭയം നേടിക്കൊണ്ടുള്ള ബ്രോയിലർ കോഴികളായുള്ള വികസനമാണ് നാം ലക്ഷ്യമിടുന്നെങ്കിൽ അത് തായ്വേരുകൾ അറുത്തുകൊണ്ട് കറുത്ത ആകാശത്തിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന കരിഞ്ഞ വൃക്ഷങ്ങളായ നമ്മെ പരിവർത്തനപ്പെടുത്തും എന്ന് നാം ഇവരും തിരിച്ചറിയുന്നു. അതിനാൽ ഈ സ്വാർത്ഥ സിംഹാസനത്തെ കടലെടുക്കട്ടെ, അതിൽ നിന്നും ഉയർന്നു പോകുന്ന തലമുറ മലയാള ഭാഷയെ സമുദ്ധരിക്കട്ടെ എന്ന് നാം ഇവർക്കും ആശംസിക്കാം. മധുരം മലയാളം, അനന്യ മലയാളം എന്നീ പദ്ധതികളുടെ രൂപരേഖ, വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും ഭാഷാ നൈപുണ്യവും ഉയർത്തുന്ന അധ്യാപക വൃന്ദത്തിന്റെ ക്രോഡീകരണം എന്നീ ആശയങ്ങൾ, ആശാവഹമായ പ്രവർത്തനങ്ങൾ ഇവിടെ സജ്ജമാകും. അവയോടൊപ്പം തന്നെ ഏത് ദൂസര സങ്കല്പങ്ങൾ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകത്തിൽ പുലർന്നാലും മലയാളിയുടെ കൊന്നപ്പൂക്കളെ അടരുകളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നേറിയാൽ മാത്രമേ വ്യക്തിത്വ വികസനം പരിപൂർണ്ണ അളവിൽ കരസ്ഥമാക്കാനാകൂ എന്ന് നാം ഏവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആയതിനാൽ പ്രത്യാശ തിരുനാളങ്ങളുമായി നാം ഏവർക്കും വിശ്വം ദീപമയമാക്കാം. വിളക്കിന് ചുറ്റും പറക്കുന്ന പാറ്റകളായി മാറാതിരിക്കാൻ നല്ല നാളേക്കായി ലോകാസമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം. വേദി 20